ഈ വരുന്ന 25-ാം തീയതി എന്റെ അപ്പച്ചന്റെ ഓർമ്മയാ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറയാ അങ്ങട്ടെ. എന്റെ അപ്പച്ചൻ പോയിട്ട് 5 വർഷമായി. ഞാൻ പോയി തിരിച്ചു വിളിച്ചോണ്ട് വരണോ? പറഞ്ഞു കൊടുക്ക്. കൊച്ചിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊന്നും പറഞ്ഞു കൊടുക്കച്ചെന്ന് പറയണമെങ്കിൽ എഴുതി തരണമായിരുന്നു. ഞാൻ കഴിച്ചിട്ട് നല്ലത് വേണം. അത് തെറ്റിപ്പോയി തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് എന്റെ മണ്ടയ്ക്ക് കയറാം. അയ്യോ, കാണാൻ പറ്റൂല. അന്യരെ ആരും അകത്തോട്ട് വിടൂല. മാത്രമല്ല ഈ മേഡം ഈ രോഗിയെ മാറ്റി കിടത്തിയിരിക്കുക. പറയൂല കേട്ടോ. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ വന്നപ്പോ ഹോസ്പിറ്റലിൽ വന്നപ്പോ അവനെ മയക്കല്ലേ മിനുക്കാട്ടി. കൊല്ലം കഴിയുമ്പോ കാശുകാരനായിട്ട് ഞാൻ തിരിച്ചു വരും. അതെങ്ങനെ? സിനിമയ്ക്കകത്ത് കണ്ടില്ലേ അതുപോലെ. രണ്ടോടാകത്ത് ഞാൻ പോകത്തില്ല. ചോറ് വിളമ്പി വെച്ചേക്കുന്ന മോനെ ചോറ്. അച്ഛന്റെ ഡൗറിയൊക്കെ എങ്ങനെയാണ്? അത് ഞാനല്ലല്ലോ കുളിപ്പിക്കുന്ന, അവനല്ലേ കുളിപ്പിക്കുന്ന. അപ്പൊ അവന് കറക്റ്റായിട്ട് അറിയില്ല അച്ഛന്റെ ഡൗറി എങ്ങനെയാണ്. എടാ, അച്ഛന്റെ സ്വത്ത് എങ്ങനെയാന്ന് നോക്കിയപ്പോ അച്ഛനെ കുളിപ്പിക്കണ്ടേ? അച്ഛന്റെ സ്വത്ത് എങ്ങനെയാന്നല്ല ഞാൻ ചോദിച്ചു. എടാ, എനിക്ക് ഈ മീശ വരാത്ത കൊണ്ടാണ് ഈ മൂക്കിലെ രോമം പിടിച്ചിട്ട് ഇതിൽ വളച്ചു വെച്ചേക്കുന്നത്. പാരമ്പര്യ മനുഷ്യനെ നാണം കെടുത്താൻ ആവശ്യമില്ലാത്ത. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പേഷ്യന്റിന്റെ വയറ്റിൽ ഒരു ട്യൂബ് ഇടാൻ പറ്റും. പൂവിട്ട് കഴിഞ്ഞ് ഇതിന്റെ കണ്ട എവിടെ നടക്കും? മാത്രമല്ല ഇവന്റെ മൂക്കും കൂടെ വായിക്കൂടെ വെട്ടം വരൂലേ? അടുത്തൊരു മരണമോ കല്യാണമോ നടന്നു കഴിഞ്ഞ ആൾക്കാർ കൊണ്ട് തെറ്റി. എപ്പോഴും നോക്കുകയും അച്ഛനെ നോക്കുന്നവനാണ്. അതുകൊണ്ട് 75% ചേട്ടായി എനിക്കും, 25% അവൻ. 75% എന്ന് പറയുമ്പോ നിനക്ക് കുറഞ്ഞു പോകൂലേടാ. ഞാൻ സഹിച്ചോളാം. അദ്ദേഹത്തിന് എനിമ കൊടുത്തു വെച്ചിരിക്കുക. നിങ്ങൾ എന്തെല്ലാമാണ് ഈ എന്തെല്ലാമാണ് ഇവിടെ ചെയ്യുന്നത്? ഒരു വയ്യാതെ ഒരു ചെറുപ്പക്കാരൻ ഒരു ഹോസ്പിറ്റലിൽ വന്നപ്പോ അവന് എരുമ കൊടുത്തേക്കും. എവിടെ ആയിരുന്നോ നീ? എത്ര നേരം എവിടെ ആയിരുന്നു ഞാൻ? എന്താമ്മേ? എവിടെ ആയിരുന്നടാ നീ ഇത്ര നേരം? ഞാനവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു. എത്ര നേരം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുവാ? അമ്മ വെച്ചിട്ട് വേറെ കാര്യം നോക്കാം. പോ. എന്റെ മൊബൈൽ പൈസ ഇല്ല, ഒന്ന് റീചാർജ് ചെയ്യുന്നു. ആഹാ, എടാ അതെന്തോന്നറിയാം, നേരം വെളുക്കുമ്പോൾ സൂര്യൻ എന്റെ ഈ നെറുകന്തലേക്കോട്ട് അടിക്കുന്നത്. അതിനെ ഞാൻ ബിജുന്റെ കടയിൽ നിന്ന് വിടുന്നു. റീചാർജ് ഇവിടെ ഇല്ല.